മറിയത്തിന്റെ ജനന തിരുനാൾ. സഭയുടെ പാരമ്പര്യമനുസരിച്ച് അന്നയും യുവാക്കുമാണ് മറിയത്തിന്റെ മാതാപിതാക്കൾ. അന്ന വന്യയായിരുന്നു. ഒരിക്കൽ വേദനയോടെ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ യുവാക്കുവിനോട് പുരോഹിതൻ ചോദിച്ചു, നീ എന്തിനാണ് ബലിയർപ്പിക്കുന്നത്? ദൈവം നിന്നിൽ സംപ്രീതനല്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടി. ഇത് കേട്ട് ദേവാലയത്തിൽ നിന്നിറങ്ങിയ യുവാക്കി സങ്കടത്തോടെ ഒരു മലയിൽ പോയി താമസിച്ചു. തന്റെ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ അന്നയോട് ജനങ്ങൾ ദേവാലയത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, മക്കളില്ലാത്തത് ദൈവശാപമാണെന്ന് അവളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭർത്താവിനെ കാണാതായ ദുഃഖവും ജനങ്ങളുടെ പരിഹാസവും കേട്ട് മടുത്ത അന്നയുടെ അടുത്തേക്ക് കർത്താവിനാൽ ഗബ്രിയേൽ ദേവദൂതൻ അയക്കപ്പെട്ടു. ദൂതൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവരല്ല നിങ്ങൾ, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം യുഗങ്ങളുടെ പ്രതീക്ഷയായ മിശിഹായ്ക്ക് ജന്മം നൽകുവാനുള്ള സ്ത്രീയുടെ അമ്മ ആവേണ്ടവളാണ് നീ. തന്നെ ദൈവത്തിന്റെ പ്രസാദകരം വന്നു നിറയുന്നതായി അപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു. ദൂതൻ പറഞ്ഞു, നീ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക, അവിടെ നീ നിന്റെ ഭർത്താവിനെ കണ്ടെത്തും. അന്ന ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ദൂതൻ യുവാക്കിനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനൊരു മകളെ നൽകും. നീ അവളെ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്ന് കാഴ്ചവെക്കണം. അതനുസരിച്ച് യുവാക്യം ദേവാലയത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ അന്നയെ കണ്ടുമുട്ടി. അങ്ങനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത അന്ന യുവാക്യം ദമ്പതികളിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയം ജനിച്ചു. ആഗോള കത്തോലിക്ക സഭ ഡിസംബർ 8 മറിയത്തിന്റെ അമലോത്സവ തിരുനാളും പിന്നീട് 9 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 8 മറിയത്തിന്റെ ജനന തിരുനാളും ആഘോഷിക്കുന്നു. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വേളയിൽ നമ്മുടെ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന സിസ്റ്റർ അൽഫോൻസിനെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവകയിലെ കുഞ്ഞുമക്കളെ ഒരമ്മയെ പോലെ കരുതുകയും സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സിസ്റ്ററിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി KCOM വൈസ് പ്രസിഡന്റ് കുമാരി സ്നേഹയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം അത് ഏറ്റുവാങ്ങുന്നതിനായി സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
Happy Mother's Day. എല്ലാ അമ്മമാരെ മോൻ വേണ്ടി